ഞാനൊരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അക്രമങ്ങളുടെ പിന്നിൽ, ഈ അക്രമങ്ങളെ നിലക്ക് നിർത്താത്തതിന്റെ പിന്നിൽ, ഈ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ മാനസികമായി ഈ അക്രമങ്ങളോട് യോജിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഈ അക്രമങ്ങളെ അതിന്റെ രക്ഷാധികാരികളായി ചമയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ അക്രമങ്ങൾ താഴെ പോലീസ് സ്റ്റേഷൻ ഉത്ഭവിക്കുന്നതല്ല. പോലീസ് സ്റ്റേഷൻ ഉത്ഭവിച്ചിട്ട് അതിന്റെ മേലെയുള്ള ഡിവൈഎസ്പി ഓഫീസിലേക്ക് പോകുന്നതല്ല. അവിടുന്ന് പിന്നെ SP ഓഫീസിലേക്കും, അവിടുന്ന് പിന്നെ IG ഓഫീസിലേക്കും, അവിടുന്ന് പിന്നെ AGDP-യിലേക്കും DGP-യിലേക്കും, പിന്നീട് ആഭ്യന്തര സെക്രട്ടറിയിലേക്കും മന്ത്രിയിലേക്കും സർക്കാരിലേക്കും പോകുന്നതല്ല. ഇത് നേരെ മറിച്ചാണ്. ഇതിന്റെ ആരംഭം തലപ്പത്ത് നിന്നാണ്. തലപ്പത്തിരിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴെ തട്ടിലെ പോലീസ് സ്റ്റേഷൻ വരെ ഒരു രോഗം പോലെ പടരുന്നെങ്കിൽ, ഈ രോഗത്തിന് ഒരു ചികിത്സയുണ്ടെങ്കിൽ അത് ഈ ഗവൺമെന്റിനെ എടുത്ത് തൂത്തെറിയലാണ് എന്നുള്ളത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അവര് തിരിച്ചറിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. ഇത് മേലെ നിന്ന് താഴോട്ട് പടരുന്ന അസുഖമാണ്. എന്തക്രമം നടന്നാലും തള്ളിപ്പറയാൻ അനന്തമായ കാലതാമസം. ഒരക്രമത്തിനും സമയബന്ധിതമായി പ്രതികരിക്കുന്നില്ല. ഒരക്രമത്തെയും വിവാദമാവുന്നത് വരെ, മാധ്യമങ്ങളിൽ വാർത്തകൾ നിറയുന്നത് വരെ, ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെ, ഒരു റിപ്പോർട്ടിന്റെ പേരിൽ പോലും ഒരാൾക്കെതിരെയും നടപടിയും എടുക്കുന്നില്ല. അപ്പൊ അതിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു സർക്കാരുണ്ട് എന്ന് പോലീസിലെ ഗുണ്ടകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പോലീസ് ഗുണ്ടകളുടെ രക്ഷാധികാരിയായി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം, അതിന്റെ സാരം. അതൊരു നിയന്ത്രണം വരുന്നില്ല. ഈ സുജിത്തിന്റെ വിഷയം, കുന്നംകുളത്തെ സുജിത്തിന്റെ വിഷയം ഉൾപ്പെടെ ഉണ്ടായി. ഇതുവരെ കൃത്യമായി മാധ്യമങ്ങളുടെ ചോദ്യത്തിനൊരു ഉത്തരം പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സമയം കണ്ടെത്തിയിട്ടുണ്ടോ? നവമാധ്യമ പ്രതികരണങ്ങളിൽ മുഖ്യമന്ത്രിയുടേതായി നവമാധ്യമ പ്രതികരണം നടത്താൻ പോസ്റ്റ് ഒന്നിന് സർക്കാരിൽ നിന്ന് ലക്ഷങ്ങളാണ് എണ്ണിക്കൊടുക്കുന്നത്, സർക്കാർ ഖജനാവിൽ നിന്ന്. അത്രയും വലിയ സംവിധാനം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഓടുമ്പോ ആ പ്രതികരണങ്ങളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന അക്രമങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണയില്ല. അതിക്രമങ്ങളെ നിലനിർത്തും, നല്ല പോലീസിങ്ങിനെ, നല്ല പോലീസുകാരെ സംരക്ഷിക്കും ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുന്നുണ്ടോ? അതും നടക്കുന്നില്ല. അപ്പൊ ഇതിന്റെ പ്രതികരണത്തിന്റെ കാലതാമസം ഒരു മോറൽ സപ്പോർട്ടാണ്. ഈ പ്രതികരണത്തിന്റെ കാലതാമസം ഒരു സന്ദേശം കൊടുക്കലാണ്. പ്രതിപക്ഷം എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, മാധ്യമങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ദൃശ്യങ്ങൾ ഏത് വേണമെങ്കിൽ പുറത്തു വിട്ടോട്ടെ, പോലീസിലെ ഗുണ്ടകൾ പേടിക്കണ്ട, സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള സന്ദേശമാണ് ഈ കാലതാമസം, പ്രതികരണത്തിലെ കാലതാമസം. അത് നൽകിക്കൊണ്ടിരിക്കുന്നെന്ന് പറയാതിരിക്കാൻ കഴിയോ? ഇനി കാത്തിരുന്ന് പ്രതികരിച്ചാലോ, പിന്നാലെ നടന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലോ, അവസാനം നിർബന്ധിതമായ സാഹചര്യത്തിൽ എന്തെങ്കിലും മറുപടി പറയേണ്ടി വന്നാലോ, അപ്പൊ പറയുന്ന റെക്കോർഡഡ് മറുപടി ഉണ്ട്. വാട്സപ്പിലെ ടെംപ്ലേറ്റ്സ് പോലെ അപ്പൊ പറയുന്ന റെക്കോർഡഡ് മറുപടി എന്താ? ഒറ്റപ്പെട്ട സംഭവമാണ് സാർ. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാ ദിവസവും നടക്കുന്ന ഏർപ്പാടിനെ മലയാളത്തിൽ ആരും ഒറ്റപ്പെട്ട സംഭവം എന്ന് വിളിക്കാറില്ല. അതൊരു തുടർക്കഥയാണ്. ആ തുടർക്കഥയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ ഗവൺമെന്റിന് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. വിവരാവകാശം പോലും കോടതിയുടെ സഹായമില്ലാതെ, ആയുധമല്ലാതായി മാറുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഒരു പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ കിട്ടണമെങ്കിൽ ആ ദൃശ്യങ്ങൾ RTI പ്രകാരം കൊടുത്താൽ കൊടുക്കേണ്ടതാണ്. ആ ക്യാമറ ദൃശ്യങ്ങൾ കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് കൊടുക്കാനും ഈ ഗവൺമെന്റ് തയ്യാറല്ല. കുന്നംകുളത്തെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ പോരാടിയിട്ട് അവസാനം കോടതിയുടെ പിന്തുണയോടെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചത്, ഞാൻ ഇന്നലെ സുജിത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു. ആ ക്രൂരമായ മർദ്ദനത്തിനിരയായ ചെറുപ്പക്കാരൻ ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. പോലീസിൽ പരാതി കൊടുത്തു, കംപ്ലൈന്റ് സെല്ലിൽ പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തു. അതിനൊന്നും നടപടികളില്ല. അവസാനം കോടതി ഇടപെട്ട് വിവരാവകാശ പ്രകാരം ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയപ്പോഴാണ് ആ പോലീസുകാർക്കെതിരെ ഒച്ചയും ബഹളം ഉണ്ടായിട്ട് ഒരു തലോടല് പോലത്തെ ഒരു നടപടി. അപ്പോഴും അവരെ പിരിച്ചുവിടാൻ ഒരുക്കമല്ല. എന്താ അതിന്റെ കാരണം? മറ്റൊന്നുമല്ല, കാക്കി അണിഞ്ഞ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്
കാക്കി അണിഞ്ഞ് പോലീസുകാരൻ ചെയ്യുന്നത് പോലീസിംഗ് അല്ല, കാക്കി അണിഞ്ഞ് പാർട്ടി പണിയെടുക്കുന്നവർ അവരോടൊന്ന് പറയുന്നു, എല്ലാ കാലത്തും പിണറായി വിജയൻ ആയിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് അവരോർത്താൽ അവർക്ക് നല്ലതെന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു.